പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് തുടങ്ങാൻ ഒരുങ്ങി KSRTC. ഇതിനായി ജീവനക്കാരുടെ എൻട്രികൾ ക്ഷണിച്ചു. നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. എൻട്രികൾ അയക്കുന്നവർ 3 മിനിറ്റിൽ കുറയാത്തൊരു വീഡിയോ അയക്കാനും നിർദ്ദേശം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. റിനു, ഗാനമേള അവതരിപ്പിക്കുന്ന KSRTC എന്ന് പറയുന്ന അനൗൺസ്മെന്റ് വരുന്ന കാലം വിദൂരമല്ല അല്ലേ? തീർച്ചയായിട്ടും SK, നമുക്കറിയാം കേരള പോലീസിൽ ഇതുപോലൊരു ഗാനമേള ട്രൂപ്പുണ്ട്. പ്രൊഫഷണലായി അവർ ഇപ്പോൾ പോവുകയും ചെയ്യുന്നുണ്ട് പാടാനൊക്കെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ KSRTCയിലും ഒരു ഗാനമേള ട്രൂപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം CMD ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇതിലേക്ക് എൻട്രികൾ ക്ഷണിക്കുന്നു. അതായത് ഈ ഗാനമേള ട്രൂപ്പിൽ അംഗങ്ങളാവുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രികൾ ക്ഷണിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഈ ടീമിൽ അംഗമാകാം എന്നുള്ളതാണ്. ഇവർ 3 മിനിറ്റിൽ കുറയാതെ 5 മിനിറ്റിൽ കൂടാതെയുള്ള ഒരു പാട്ടുപാടുന്ന വീഡിയോ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതിലോ അല്ലെങ്കിൽ ഇമെയിൽ വിലാസം നൽകിയിട്ടുണ്ട്. അതിലോ അയച്ചു നൽകണം എന്നുള്ളതാണ്. സെപ്റ്റംബർ 25-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് അയച്ചു നൽകണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇവരിൽ നിന്ന് സെലക്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ വായ്പാട്ട്, അതായത് പാടുന്നവരോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന അറിയാവുന്നവരോ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇവർക്കുണ്ടെങ്കിൽ ഇതുകൂടി ഉൾപ്പെടുത്തി വേണം അപേക്ഷ നൽകാൻ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. സമൂലമായിട്ടുള്ളൊരു മാറ്റം KSRTCയിൽ വരും. നമുക്കറിയാം ചില മത്സരങ്ങളൊക്കെ തന്നെ ഫുട്ബോൾ അടക്കമുള്ള മത്സരങ്ങളിലേക്ക് KSRTC പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഒരു ഗാനമേള ട്രൂപ്പും സജ്ജീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് KSRTC. ഇതിലൂടെ ചില വരുമാനം എത്തിക്കുക എന്നുള്ള ഒരു ഉപായം കൂടി KSRTC മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ഇടപെടലാണ് KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.